ഹലോ, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ കിച്ചണിൽ കുറച്ച് പണിയായിട്ട് നിൽക്കുകയാണ്. കാരണം വൈകുന്നേരം ഒരു സ്ഥലത്ത് പോകാനുണ്ട്, അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അതുപോലെ വീണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് വേണം, ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു. ബാക്കി എല്ലാവർക്കും ഡ്യൂട്ടിയുണ്ട്. സാറ്റർഡേ ആണ് ഞങ്ങൾ പോയത്. ബാക്കി എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. എൻ്റെ ചേട്ടന് രാവിലെ ഇച്ചിരി പണി ഉണ്ടായിരുന്നു കേട്ടോ, ഓവർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴായിരുന്നു ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നത്. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെ ചിക്കന് ഈ ചുടാനുള്ള ചിക്കൻ ആയതുകൊണ്ട് വലുതായിട്ടാണ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അതെനിക്ക് ക്ലീൻ ആക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ശരി, നീ മസാല റെഡി ആക്കിക്കോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് അപ്പോൾ കൊച്ചു വീഡിയോ എടുക്കുന്നതാണ് നമുക്ക്. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. അവരെന്ത് ചെയ്യുന്നു, ഞങ്ങളെക്കാളും ഒത്തിരി എൻജോയ് ചെയ്യുന്നത് പിള്ളേരാണ്. ഞങ്ങളുടെ പിള്ളേരായാലും അവരുടെ പിള്ളേരായാലും. അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയവന് ആപ്പിൾ കൊടുത്തപ്പോൾ ആപ്പിൾ വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് പിള്ളേരവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ള് കളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തോന്നാണ് ബാക്കി വിശേഷം, പോകുന്ന വഴിയിൽ ബാക്കി എന്തൊക്കെയുണ്ടെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ, കാണിക്കാം, വീഡിയോയിലോട്ട് കാണിക്കാമേ. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. വീഡിയോയുടെ ആരും ഞാൻ മറന്നുപോയി. മറ്റേ വീഡിയോക്ക് റെസ്പോൺസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. റീച്ച് ഇവിടെ വന്നതിന് ശേഷം കൂടിയോ? റീച്ച് ഇവിടെ വന്നതിന് ശേഷം കൂടിയോ കുറഞ്ഞു? ലോങ് വീഡിയോ ആദ്യം വന്ന സമയത്ത് ഉണ്ടായിരുന്നു. വീണ്ടും ചിലപ്പോൾ റീച്ച് ആവുന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അടിക്ക് ചിലപ്പോഴേ അവനെ വിട്ടാലേ വലിയ ഇതൊന്നും കിട്ടില്ല. ഒറ്റ അടിക്കും എന്തായാലും ഒരു താമസം വരും. എല്ലാവരും ഇത് പറയാം കേട്ടോ, ഞങ്ങളുടെ അവിടെയുള്ള പോട്ടന്മാരല്ല യൂട്യൂബ് വീഡിയോ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ ഉള്ള വൈഫ്. Okay, only you play. Yeah, now in this playing but ഇങ്ങോട്ടോ playing the like that Guys, chicken very പതുക്കെ ജോസുട്ടി കാല് നോക്കിയോ. എന്തോ വേണ്ട എടാ ഇങ്ങോട്ട് ഇതിന്റെ അടുത്തോട്ട് ഓടിക്കാൻ മാറി ഓടിക്കും. ചിക്കൻ അമ്മേ അമ്മ ഇവിടെ നീങ്ങണില്ലേ? കാല് കൊള്ളുമ്പോ വേദനയുണ്ട്. ഡോർ അടച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഓടിക്കല്ലേ. ജിയോൻ അങ്ങോട്ട് ഒതുങ്ങി. ജിയോൻ നീ ഒതുങ്ങി നിക്ക്. ആണോ? പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. പക്ഷെ എന്നാലും ഈ പിള്ളേർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർ ഈ ഒരുമിച്ച് കളിക്കാൻ കിട്ടുന്ന സമയമൊക്കെ നന്നായിട്ട് കളിക്കും കേട്ടോ. ചൂടോ അങ്ങനെ വേറൊരു ബുദ്ധിമുട്ടോ അവർ ഫീൽ ചെയ്യുന്നതായിട്ട് പറയും. പിന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് ഞങ്ങളും ഫുഡ് കഴിച്ചു. ചിക്കനും ഫിഷും ചുട്ടതുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറേ വർത്താനം പറഞ്ഞു കേട്ടോ. പിന്നെന്തെന്നാണ് ഈ സന്തോഷമൊക്കെ നാളെ ഇനി പിരിയുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് കരച്ചിലും ബഹളവും. എൻ്റെ പിള്ളേരങ്ങനെ കരയത്തില്ല കേട്ടോ. അവൾക്ക് ജിയോനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്നാലും അവൾ ഇച്ചിരിയും കൂടെ വലിയ കുട്ടിയായതുകൊണ്ട് മനസ്സിനുള്ളിൽ ഒതുക്കും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞാളാണ് ഇതാ നിൽക്കുന്നത്.
കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അടുത്ത മാസം. പിന്നെന്താണ് അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. അപ്പം ഇന്ന് ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുവാണേ. എല്ലാവരും ഉണ്ട്. ഒരാൾ മാത്രം വന്നിട്ടില്ല, ഫിജോ വന്നിട്ടില്ല. ബാക്കി 3 പേരും ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഉണ്ടായിരുന്നാ അശോ വിളി ഇറങ്ങുന്നത് അടി വരും കളിച്ചോളൂ. എമി ചേച്ചി ശ്രദ്ധിച്ചോളേ. അപ്പ അവിടെ ഇപ്പൊ ഉണ്ടാടാ. എന്റെ ദൈവമേ വേണ്ട വാർത്ത. ഇല്ല എടുത്തില്ല. രാഷ്ട്രീയം വേണ്ട. ഞാനും അറിഞ്ഞില്ല. എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ ഒരു സമയമായിട്ടാ പോയി കിടന്നുറങ്ങിയത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ തന്നെ മണി 9 പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിച്ചിരുന്ന് വർത്താനം പറഞ്ഞിട്ട് കിടന്നുറങ്ങിയപ്പം നല്ലൊരു നേരമായി. പിന്നെ അതുപോലെ തന്നെ എണീച്ചപ്പോൾ തന്നെ ഏകദേശം നല്ല സമയമായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് രാവിലെ തന്നെ ഞാൻ എൻ്റെ കൊച്ചിനെ എടുത്ത് മടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും പിടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട്. എന്താ അവൻ്റെ ഒരു ക്യൂട്ട്നെസ്. പിന്നെന്താണ് എല്ലാവരും എണീച്ചപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയ കേട്ടോ. അപ്പോൾ ലഞ്ചാണ് കഴിച്ചത്. അതും പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഷിബിന് കൊണ്ടുവിടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചോറ് പോവാണ്. നേരെ ചെന്നത് ഷിബിൻ്റെ വീട്ടിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അവർ പള്ളിയിലോട്ട് പോയി. പള്ളിയിലോട്ട് ഞങ്ങൾ പോയില്ല, അന്ന് ഞങ്ങൾ കുളിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പാക്കിയാണ്. അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ഇതിൻ്റെ തന്നെ ബാക്കി വീഡിയോ ഞാൻ വീണ്ടും ഇടാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ.